ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഒന്നാം സങ്കീർത്തനമാണല്ലോ നമ്മൾ ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഒന്നാമത്തെ വാക്യത്തിൻ്റെ ഒരു സ്ട്രക്ചർ മാത്രമാണ് നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ ചിന്തിക്കാനിടയായത്. ഇവിടെ നമ്മൾ കണ്ടിന്യൂ ചെയ്യാണ്. ഒന്നാമത്തെ വാക്യത്തിനകത്ത് ദുഷ്ടൻ എന്ന പ്രയോഗം, അതാണ് നമ്മൾ ഇന്ന് ചിന്തയ്ക്കായിട്ട് എഴുതിയിരിക്കുന്നത്. ദുഷ്ടൻ എന്ന് പറയുന്ന പദം നമ്മൾ കേൾക്കുമ്പോൾ പെട്ടെന്ന് നമ്മുടെ മനസ്സിലേക്ക് ഓടി വരുന്നതായ ചിന്തകളുണ്ട്. വളരെ ക്രൂരമായി ഇടപെടുന്ന ഒരു മനുഷ്യൻ, കൊലപാതകയോ അല്ലെങ്കിൽ മനുഷ്യരെ ഉപദ്രവിക്കുകയോ മനസ്സിനകത്തൊന്നും കരുണയില്ലാത്തതായ ഒരു മനുഷ്യൻ എന്നൊക്കെ നമ്മുടെ മനസ്സിനകത്തേക്ക് ചിന്തകൾ കടന്നു വരും. ശരിക്കും വേദപുസ്തകത്തിൽ ഉപയോഗിച്ചിരിക്കുന്ന ആ പദം, അതിന് ചില വേഷണങ്ങളിൽ ഉപയോഗിച്ചിരിക്കുന്നത് അൺഗോഡ്ലി എന്ന പദമാണ്. ദൈവമില്ലാത്തവൻ, അതിന് പല അർത്ഥങ്ങളാണ്. ദൈവമില്ലാത്തവനെന്ന്, ദൈവഭയം ഇല്ലാത്തവനെന്ന്, ദൈവിക കാര്യങ്ങൾ അന്വേഷിക്കാത്തവനെന്ന് ഒക്കെ അർത്ഥമുണ്ട്. ദൈവിക ചിന്തകൾ ഇല്ലാത്തവൻ എന്നൊക്കെ അർത്ഥമുണ്ട്. അപ്പം അവൻ മനുഷ്യനോട് വളരെ നന്നായിട്ട് പെരുമാറിയെന്ന് വരാം. അവൻ മനുഷ്യനോട് കരുണയുള്ളവനായിരിക്കാം, നല്ല കാര്യങ്ങൾ ചെയ്യുന്നവനായിരിക്കാം, ചാരിറ്റി ചെയ്യുന്നവനായിരിക്കാം. പക്ഷേ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന അൺഗോഡ്ലി എന്ന പദം ദൈവത്തോടുള്ള ബന്ധത്തിലാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ആത്മീക കാര്യങ്ങളുമായിട്ടുള്ള ബന്ധത്തിലാണ്. ദൈവത്തെ ബഹുമാനമോ ദൈവത്തെ അംഗീകാരമോ ദൈവഭയമോ ഇല്ലാത്തതായ മനുഷ്യൻ. ദൈവത്തെ അന്വേഷിക്കുന്ന ബുദ്ധിമാനുണ്ടോ എന്ന് കാണുവാൻ. ഈ ദൈവത്തെ അന്വേഷിക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എവിടെ ദൈവമുണ്ടെന്ന് അന്വേഷിച്ചു പോകുക എന്നല്ല അതിൻ്റെ അർത്ഥം. മലകളിലും താഴ്വരകളിലും കുന്നുകളിലും പുണ്യസ്ഥലങ്ങളിലും അല്ലെങ്കിൽ പള്ളികളിലുമൊക്കെ ദൈവത്തെ അന്വേഷിച്ച് പോകുക എന്നുള്ളതല്ല അതിൻ്റെ അർത്ഥം. ആത്മീക കാര്യങ്ങളിൽ വ്യാപൃതനാകുക, ദൈവിക കാര്യങ്ങളിൽ ശ്രദ്ധയുള്ളവനായിരിക്കുക എന്നാണ് അതിൻ്റെ അർത്ഥം. അക്ഷരാർത്ഥത്തിലല്ല പല കാര്യങ്ങളും നമ്മൾ വ്യാഖ്യാനിക്കേണ്ടത്. ഒരിക്കലൊരു മദ്യപാനിയായ മനുഷ്യൻ്റെ ഭാര്യ അയൽവക്കക്കാരിയുടെ അടുക്കെ പറഞ്ഞു, ഇങ്ങനെ അവർ കാര്യം പറയുന്ന കൂട്ടത്തിൽ പറഞ്ഞു, ഞങ്ങളുടെ വീട്ടിൽ അച്ഛൻ ഒരു ഉത്തരവാദിത്വമില്ല, ദിവസവും മദ്യപിച്ചിട്ട് വന്ന് അങ്ങ് ബഹളവും കാര്യങ്ങളുമാണ്, വീടന്വേഷിക്കുന്ന ഒരു സ്വഭാവം അദ്ദേഹത്തിനില്ല. അപ്പോൾ കൂടിയിരുന്ന കൂട്ടുകാരി പറഞ്ഞു, അങ്ങനെ മാത്രം നീ പറയരുത്, നിന്റെ ഭർത്താവ് വീടന്വേഷിക്കത്തില്ലെന്ന് മാത്രം നീ പറയരുത്. കാരണം എല്ലാ ദിവസവും വൈകുന്നേരം മദ്യപിച്ചിട്ട് വന്ന് ഞങ്ങളുടെ വീട്ടിൽ ഞങ്ങളുടെ അച്ഛൻ്റെ അടുക്കെ വന്നാണ് നിങ്ങളുടെ വീട് അന്വേഷിച്ചിട്ട് അങ്ങോട്ട് വരുന്നത്. അതുകൊണ്ട് വീടന്വേഷിക്കത്തില്ല എന്ന് മാത്രം നീ എന്ത് ചെയ്യരുത്, പറയരുത്. അപ്പം വീടന്വേഷിക്കുക എന്ന് പറഞ്ഞാൽ ഒരു കുടുംബം അന്വേഷിക്കുന്ന മനുഷ്യൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ആ കുടുംബത്തിന് വേണ്ടുന്ന, കുഞ്ഞുങ്ങൾക്ക് വേണ്ടുന്ന, ഭാര്യയ്ക്ക് വേണ്ടുന്നതായ, കുടുംബത്തിന് വേണ്ടുന്നതായ കാര്യങ്ങൾ ഉത്തരവാദിത്വത്തോടെ നിർവഹിക്കുന്നവനെന്നാണ് അതിൻ്റെ അർത്ഥം. ആ അർത്ഥത്തിൽ നമ്മൾ ചിന്തിക്കുമ്പോൾ ദൈവത്തെ അന്വേഷിക്കുന്നവൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ആത്മീക കാര്യങ്ങളെക്കുറിച്ച് ജാഗ്രത ഉള്ളവനാണ്, ആത്മീക കാര്യങ്ങളെക്കുറിച്ച് ജാഗ്രത ഉള്ളവനായിരിക്കുക എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പം അൺഗോഡ്ലി, ദൈവമില്ലാത്തവൻ, ദൈവിക ചിന്തകൾ ഇല്ലാത്തവൻ, അവനെ വളരെ സൂക്ഷിക്കേണ്ടതാണ്. അവൻ്റെതായ ആലോചനകളുണ്ട്. അവൻ മനുഷ്യനോട് ഭയങ്കര നല്ലവനായിരിക്കും, ഒത്തിരി നല്ല പ്രവൃത്തികൾ ചെയ്യും, ചാരിറ്റി ചെയ്തേക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ നല്ല പ്രവൃത്തികളൊക്കെ ചെയ്തെന്ന് വന്നേക്കാം. പക്ഷെ അതുകൊണ്ടൊന്നും കാര്യമില്ല. ദൈവമായിട്ടുള്ള കണക്ഷനില്ല, ദൈവമായിട്ട് ബന്ധമില്ല. ദൈവസഭകൾക്കകത്ത് വരുന്ന പല ആളുകൾക്കും ആളുകളുമായിട്ട് ബന്ധമുണ്ട്. അവിടെ വന്നാൽ എല്ലാവരുമായിട്ടും വളരെ സഹകരണം, സന്തോഷം, മിണ്ടുന്നു, കാര്യം പറയുന്നു. പക്ഷേ എന്താ പറയുന്നത്, സഭയ്ക്ക് വേണ്ടുന്നതായ സാമ്പത്തിക കാര്യങ്ങളിലൊക്കെ കൊടുക്കുന്നു, എല്ലാ കാര്യങ്ങളും ഓക്കെയാണ്, എല്ലാം ശരിയാണ്. പക്ഷെ ദൈവവുമായിട്ടൊരു കണക്ഷനില്ല, ആരാധനയില്ല, പ്രാർത്ഥനയില്ല, എന്താ പറയുന്നത്, ദൈവവുമായിട്ടൊരു ബന്ധമില്ല. മനുഷ്യനുമായിട്ട് ഭയങ്കര ബന്ധമാണ്, അൺഗോഡ്ലി, ദൈവമായിട്ട് കണക്ഷനില്ല. അതുകൊണ്ട് തന്നെ ദൈവികമായ ചിന്തകളൊന്നുമില്ല, ആത്മീകമായ ചിന്തകളൊന്നുമില്ല. ഭൗതികമായ എന്ത് സഹകരണത്തിനും എല്ലാ കാര്യത്തിനുമൊക്കെ മുൻപന്തിയിലുണ്ട്. ചിലരെങ്ങനെയാണ്, ദൈവസഭയ്ക്കകത്ത് കായികമായിട്ട് അധ്വാനിക്കാൻ അവർ മുൻപന്തിയിലുണ്ട്, സാമ്പത്തികം കൊടുക്കാനും അവർക്ക് തയ്യാറാണ്, കാരണം പണമുണ്ട്. പക്ഷേ ആത്മീക കാര്യങ്ങളൊന്നും ഇവരെ കിട്ടത്തില്ല. ഉപവാസ പ്രാർത്ഥനയ്ക്ക് ഇവരെ കിട്ടത്തില്ല, കൂട്ടായ്മകൾക്കൊന്നും ഇവരെ കിട്ടത്തില്ല, ആരാധിക്കാൻ ഇവരെ കിട്ടത്തില്ല, അന്യഭാഷ പറയുന്നവരുടെ കൂട്ടത്തിൽ ഇവരുണ്ടാകില്ല, സ്തോത്രം പറയുന്നവരുടെ കൂട്ടത്തിൽ ഇവരുണ്ടാകില്ല, കൈയടിക്കുന്നവരുടെ കൂട്ടത്തിൽ ഇവരുണ്ടാകത്തില്ല. അപ്പം ദൈവവുമായിട്ടുള്ള ബന്ധമൊന്നുമില്ല. ബാക്കി എല്ലാ ബന്ധങ്ങളും ഉണ്ട്. ദുഷ്ടൻ്റെ ഒന്നാമത്തെ ലക്ഷണം എന്ന് പറഞ്ഞാൽ അവന് മനുഷ്യനുമായിട്ടൊക്കെ ബന്ധം കാണും, പക്ഷെ ദൈവവുമായിട്ട് ബന്ധമുണ്ടാകില്ല. നമ്മുടെ ദൈവസഭകൾക്കകത്തൊക്കെ അങ്ങനെ ഒത്തിരി പേരെ നമുക്ക് കാണാനായിട്ട് പറ്റും. പെന്തക്കോസിനകത്തും ഒക്കെ തന്നെ നമുക്ക് കാണാനായിട്ട് പറ്റും. ശരിക്കും പറഞ്ഞാൽ ദൈവഭയമില്ലാത്ത ആളുകൾ. ഇവർ നമ്മുടെ കൂടെ ഇരിക്കുന്നതുകൊണ്ടുള്ള കുഴപ്പം എന്താണെന്നറിയാമോ? ഇവർ നമ്മുടെ കൂട്ടത്തിലുള്ളവരാണെന്ന് വിചാരിക്കും. ഇവർക്ക് ദൈവവുമായിട്ട് ബന്ധമില്ല, പക്ഷേ ഇവരും പെന്തക്കോസുകാരാണെന്നാണ് ഒരു ധാരണ, ഒരു വെപ്പ്. അതുകൊണ്ട് ഇവരെന്ത് കാണിച്ചാലും
അത് പെന്തക്കോസുകാരെ കൂടെ ബാധിക്കും. ആത്മീയമായി ദൈവമായുള്ള ഭക്തിയിലും ബഹുമാനത്തിലും ദൈവത്തെ ആരാധിച്ചു പോകുന്ന ഒരു കൂട്ടം ജനത്തിനും അത് വലിയ ദോഷമായിട്ട് ബാധിക്കാനിടയായിത്തീരും. അപ്പോൾ ഈ ദുഷ്ടന് അവൻ്റെതായ ചിന്തകളുണ്ട്, ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കാതെ. ദുഷ്ടൻ്റെ ആലോചന എപ്പോഴും ദൈവിക ആലോചനകൾക്ക് വിരുദ്ധമായിരിക്കും. കാരണം അവൻ ദൈവഭയമില്ലാത്തവനും ദൈവമായി ബന്ധമില്ലാത്തവനുമാണ്. അവന് അതുകൊണ്ട് എപ്പോഴും അവൻ്റെ ചിന്തകൾ ആത്മീയതയ്ക്കെതിരായിരിക്കും. ദുഷ്ടൻ്റെ ആലോചനകൾ എപ്പോഴും ആത്മീയ കാര്യങ്ങൾക്കെതിരായിരിക്കും. അത് നമ്മുടെയൊക്കെ സഭകളിലൊക്കെ ശ്രദ്ധിച്ചാൽ അങ്ങനെയുള്ളവരെ നമുക്ക് കാണാൻ പറ്റും. അവർ പാട്ടിന് എതിരായിരിക്കും, പ്രാർത്ഥനയ്ക്കെതിരായിരിക്കും, ശബ്ദത്തിനെതിരായിരിക്കും, സമയത്തിനെതിരായിരിക്കും. എന്താ പറയുന്നത്, അവരിങ്ങനെ ആത്മീയമായ എല്ലാ കാര്യത്തിനും പ്രസംഗം നീണ്ടുപോയാൽ പ്രശ്നമായിരിക്കും, രണ്ടുപേരും പാട്ട് കൂടുതൽ പാടിയ പ്രശ്നമായിരിക്കും. എല്ലാ കാര്യങ്ങളിലും പ്രശ്നമാണ്. ആത്മീയ കാര്യങ്ങളിലെല്ലാം പ്രശ്നമാണ്. അല്ലാത്ത എല്ലാ കാര്യങ്ങളും ഒരു കുഴപ്പമില്ല. പക്ഷെ ആത്മീയ കാര്യങ്ങളിലെല്ലാം ഇവർ പ്രശ്നമായിരിക്കും. മനസ്സിലായി? അപ്പോൾ ഇവർക്ക് ഇവരുടേതായ ഒരു ആലോചനയുണ്ട്. അത് സഭയോ അല്ലെ ആത്മീയമോ അല്ലെങ്കിൽ എന്താ പറയുന്ന സുവിശേഷത്തിൻ്റെ വർധനവോ ഇതൊന്നും അവർക്ക് വിഷയമേ അല്ല. അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അവർക്ക് വലിയ താല്പര്യമില്ല. സഭ ദേശത്താക്കിയിരിക്കുന്നത് സുവിശേഷീകരണത്തിൻ്റെ ഭാഗമാണ്, അതൊന്നും അവർക്ക് ചിന്തയില്ല. അപ്പോൾ ആത്മീക കാര്യങ്ങളെക്കുറിച്ച് യാതൊരുവിധ ചിന്തയുമില്ലാത്ത അൺഗോഡ്ലി ആയിട്ടുള്ള ആളുകൾക്ക് അവരുടെ ചിന്തകൾ എപ്പോഴും ആത്മീക കാര്യങ്ങൾക്കെതിരായിരിക്കും. ദൈവസഭയ്ക്കകത്തെ ആത്മീകമായ പുരോഗനാത്മകമായ ഏതൊരഭിപ്രായം ആര് പറഞ്ഞാലും, ദൈവദാസൻ പറഞ്ഞാലും വിശ്വാസികൾക്കിടയിൽ നിന്നും പറഞ്ഞാലും അതിനെ എതിർക്കാൻ ആരിലൂടെ വേണമെങ്കിലും ദുഷ്ടൻ അവൻ്റെ ആലോചന പുറത്തേക്ക് കൊണ്ടുവരും. അവന് സംസാരിക്കാൻ ഒരു വാ വേണമല്ലോ, അവന് പറയാനൊരു നാവ് വേണമല്ലോ. അത് നമ്മളായി തീരരുത്. അവൻ്റെ പ്രവർത്തന ഉപകരണമായിട്ട് മാറാനായിട്ട് പാടില്ല. അഹീതോഫേലിനൊരു ആലോചന ഉണ്ടായിരുന്നു. അഹീതോഫേലിനെ സംബന്ധിച്ചിടത്തോളം ദാവീദിൻ്റെ കൂടെ നിന്നവനാണ്. ദാവീദിൻ്റെ കൂടെ നിന്ന് ദാവീദിൻ്റെ എല്ലാ രഹസ്യങ്ങളും തിരിച്ചറിഞ്ഞവനാണ്. പക്ഷെ അവൻ ശത്രുപക്ഷത്തായി മാറിക്കഴിഞ്ഞപ്പോൾ അവൻ്റെ ആലോചന ദാവീദിനെതിരായി മാറാനിടയായി. ഈ കാലഘട്ടത്തിൽ നമ്മൾ വളരെ ശക്തമായി കാണുന്നതായ ഒരു പ്രവണതയാണ്. കഴിഞ്ഞ നാളുകളിൽ പെന്തക്കോസ്ത് അനുഭവത്തിൽ ചേർന്ന് നിന്ന് ദൈവിക നന്മകളും അനുഗ്രഹങ്ങളും പ്രാപിച്ച് ഏതോ ഒരു സാഹചര്യത്തിൽ ആ ദൈവസന്നിധി വിട്ടുപോയി കഴിഞ്ഞപ്പോൾ പെന്തക്കോസ്തിനെതിരെ സംസാരിക്കുക, ദൈവദാസന്മാർക്കെതിരെ ദൈവനാമത്തെ ദുഷിക്കാനായിട്ട് മീഡിയാസ് ഉപയോഗിക്കുകയാണ്. ഫേസ്ബുക്കും യൂട്യൂബും ഒക്കെ ദൈവനാമത്തെ ദുഷിക്കാൻ വേണ്ടി ഉപയോഗിക്കുകയാണ്. ഇന്നലകളിൽ അവർ ദൈവത്തോട് ചേർന്ന് നിന്ന് അനുഗ്രഹങ്ങൾ പ്രാപിച്ചവരും നന്മകൾ പ്രാപിച്ചവരുമാണ്. എന്നാൽ അഹീതോഫേലിൻ്റെ ആലോചനയെ ദൈവം വ്യർത്ഥമാക്കി കളയുവാനിടയായി. ഒരു ദൈവ പൈതലിനെതിരെ പിശാച് ആലോചിച്ചേക്കാം, പക്ഷെ അവൻ്റെ ആലോചനകളെ ഇല്ലാതെയാക്കാൻ ദൈവത്തിന് കഴിയും. അതുപോലെ തന്നെ ചിന്തിച്ചു നോക്കിക്കേ, ദാഗോൻ്റെ ക്ഷേത്രത്തിൽ യഹോവയുടെ പെട്ടകം കൊണ്ടുവയ്ക്കാനിടയായി. യഹോവയുടെ പെട്ടകം അവർ വളരെ മര്യാദയോടുകൂടിയാണ് അവരുടെ ക്ഷേത്രത്തിൻ്റെ അകത്ത് കൊണ്ടുവച്ചത്. പക്ഷേ എന്തു പറ്റിയെന്നറിയാമോ? ദാഗോൻ്റെ കൈ അറ്റുവീഴാനിടയായി. ദാഗോൻ്റെ കൈ അറ്റുവീഴുവാനിടയായി എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ദൈവജനത്തിനെതിരെ പ്രവർത്തിക്കുന്ന അവൻ്റെ കരം അറ്റുവീഴുവാനിടയായി. ദൈവജനത്തിനെതിരെയുള്ള പിശാചിൻ്റെ പ്രവർത്തികളെ അവിടെ പരാജയപ്പെടുത്തി. എന്നാൽ അവർ അതിനെ എടുത്ത് വീണ്ടും നിവർത്തി നിൽക്കുവാനിടയായി. നിവർത്തി നിർത്തിക്കഴിഞ്ഞപ്പോൾ അടുത്ത പടിയായിട്ട് കാണുന്നത് ദാഗോൻ്റെ തല അറ്റുകിടക്കുന്നതാണ്. അതിൻ്റെ അർത്ഥം എന്താണ്? ദൈവജനത്തിനെതിരെ ചിന്തിക്കുന്ന ദാഗോൻ്റെ ചിന്താശേഷിയെ, ദാഗോൻ എന്ന് പറയുന്ന ആ വിഗ്രഹത്തിന് പ്രത്യേക ശക്തിയൊന്നുമില്ലെങ്കിലും അതിനെ ചുറ്റിപ്പറ്റി നിൽക്കുന്നതായ വിശ്വാസങ്ങളുടെ അടിസ്ഥാനത്തിലുള്ള ഒരു അന്ധകാര ശക്തിയുണ്ട്. ആ ദേശത്തിൻ്റെ അധിപതിയുടെ ശക്തിയുണ്ട്. എന്നാൽ ആ ദേശത്തിൻ്റെ അധിപതി ദൈവജനത്തിനെതിരെയുള്ള അവൻ്റെ ചിന്തകൾ തല അറ്റുകിടക്കുന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ദൈവനാമത്തിനെതിരെയുള്ള, ദൈവജനത്തിനെതിരെയുള്ള, ദൈവമക്കൾക്കെതിരെയുള്ള അവൻ്റെ ചിന്തകളെ ദൈവം തകർക്കുവാനിടയായി തീർന്നു. ചിന്തിക്കുവാൻ പോലും ദൈവം അനുവദിക്കത്തില്ല. ഈ നാളുകളിൽ ഞാൻ ഒരു ആത്മീയ സന്ദേശമായി പറയട്ടെ, ദൈവമക്കളെ ഭാരപ്പെടേണ്ട. ദുഷ്ടന്മാർ നമുക്കെതിരെ എത്ര ആലോചനകൾ കഴിച്ചു കൂട്ടിയാലും, നമ്മെ തകർത്ത് കളയുവാനുള്ള പദ്ധതികൾ അവർ തയ്യാറാക്കിയാലും ഭയപ്പെടേണ്ട കാര്യമില്ല. എന്തുകൊണ്ടെന്നാൽ അവൻ്റെ ആലോചനയെ വ്യർത്ഥമാക്കുവാനും ദാഗോൻ്റെ ശിരസ് അറ്റുവീഴുവാൻ തക്കവണ്ണം വെളിപ്പെട്ട ദൈവപ്രവൃത്തി നമുക്കും അനുകൂലമായി വെളിപ്പെടുവാനിടയായി തീരും. നോക്കിക്കേ, അഹീതോഫേലിൻ്റെ ആലോചനയെ ദൈവം വ്യർത്ഥമാക്കി കളഞ്ഞു. ദാഗോൻ്റെ തലയെ ദൈവം തകർത്ത് കളയുവാനിടയായി. ഇസബേലിന് ആലോചനയുണ്ടായിരുന്നു. ഇസബേലിൻ്റെ ആലോചന പ്രകാരം ഒരു ഉപവാസ പ്രാർത്ഥനയെ ക്രമീകരിച്ച് നാബോത്തിനെ അതിനകത്ത് ഗസ്റ്റായിട്ട് വിളിച്ചുകൊണ്ടിരുത്തി
പ്രാർത്ഥനയൊക്കെ നടത്തുന്നെങ്കിലും അതിൻ്റെ പിന്നിലെ ഉദ്ദേശശുദ്ധിയെ കൂടി നമ്മൾ വിലയിരുത്തേണ്ടതായിട്ടുണ്ട്. ഇസബേലിനെ പോലെയുള്ളവരും പ്രാർത്ഥന നടത്തും, ഉപവാസ പ്രാർത്ഥന നടത്തും. ഉപവാസ പ്രാർത്ഥന നടത്തുന്നവരെല്ലാം ആത്മീകരാകണമെന്നൊന്നുമില്ല. കാത്തിരിപ്പ് യോഗം നടത്തുന്നവരെല്ലാവരും, കൺവെൻഷൻ നടത്തുന്നവരെല്ലാവരും ഒന്നും ആത്മീകരാകണമെന്നുമില്ല. ഇസബേലിന് ഉപവാസ പ്രാർത്ഥന ക്രമീകരിക്കാൻ പറ്റും. പക്ഷെ ലക്ഷ്യം വേറെയാണെന്നേ ഉള്ളൂ. ഇസബേൽ ഉപവാസ പ്രാർത്ഥന ക്രമീകരിച്ചത് വിടുതലിന് വേണ്ടിയല്ല. അതിൻ്റെ പിന്നിലെ ലക്ഷ്യം നാബോത്തിൻ്റെ മുന്തിരിത്തോട്ടം സ്വന്തമാക്കുക എന്നുള്ളതാണ്, നാബോത്തിനെ കൊല്ലുക എന്നുള്ളതാണ്. ഒരു പ്രാർത്ഥന ക്രമീകരിച്ചതുകൊണ്ട് ആത്മീയനാകണമെന്നില്ല. വീട്ടിൽ ഉപവാസ പ്രാർത്ഥന വെച്ചതുകൊണ്ട് ആത്മീയനാണ്. അതിൻ്റെ പിന്നിലെ ലക്ഷ്യം എന്താണെന്നുള്ളതാണ് വിഷയം. നീ ആത്മീയമായി വർദ്ധിക്കാനാണോ? ഇസബേൽ ഉപവാസ പ്രാർത്ഥന പ്രഖ്യാപിച്ചു, എന്നിട്ട് അതിൻ്റെ പിന്നിലെ ഗൂഢാലോചന നാബോത്തിൻ്റെ മുന്തിരിത്തോട്ടം സ്വന്തമാക്കുക എന്നുള്ളതായിരുന്നു. അതുകൊണ്ട് ദുഷ്ടൻ അവൻ്റെതായ ആലോചനകളുണ്ട്. അബ്ശാലോമിന് ആലോചന ഉണ്ടായിരുന്നു. അബ്ശാലോമിൻ്റെ ആലോചന, അവൻ വാതുക്കൽ നിന്ന് പറയും, വരുന്നവരുടെ പ്രശ്നവുമായിട്ട് വരുന്നവരുടെ രാജാവിനെ കാണുന്നതിന് മുമ്പേ അല്ലെങ്കിൽ രാജാവിനെ കണ്ടതിന് ശേഷം അവൻ പറയും, ദേ നിങ്ങളുടെ ഭാഗത്താണ് ന്യായം, ഞാൻ കൂടെ നിൽക്കാമായിരുന്നു, പക്ഷെ എന്ത് ചെയ്യാൻ, എനിക്ക് സ്ഥാനമില്ല, എനിക്ക് അധികാരമില്ലാതെ പോയി. അധികാരമുണ്ടായിരുന്നെങ്കിൽ നിങ്ങളുടെ കാര്യത്തിൽ ഞാൻ ന്യായമായി കൈകാര്യം ചെയ്തേനമായിരുന്നു. നിങ്ങളുടെ ഭാഗത്താണ് ന്യായം. അതിൻ്റെ പിന്നിലെ ആലോചന ശക്തി വ്യത്യസ്തമാണ്. ഇങ്ങനെയുള്ള ദുഷ്ടൻ്റെ ആലോചനകളെ, ദൈവസഭകളെ അട്ടിമറിക്കുവാനുള്ള പിശാചിൻ്റെ ആലോചനകൾക്ക് നമ്മൾ വിധേയപ്പെടരുത്. അവൻ്റെ ആലോചനകൾക്ക് അത് പ്രാവർത്തികമാക്കുവാനുള്ള ശരീരമായി തീരരുത് നമ്മുടേത്. അത് മറ്റുള്ളവരോട് പറയാനുള്ള നാവായി തീരരുത് നമ്മുടേത്. ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കാതെയും എന്നുള്ളതിനെക്കുറിച്ച് അടുത്ത എപ്പിസോഡിലേക്ക് നമുക്ക് ചിന്തിക്കാം. ഗോഡ് ബ്ലെസ് യു.